പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇനി പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇപ്പോ താങ്കൾ അതിന്റെ പ്രധാന പ്രത്യക്ഷത്തിലുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കുണ്ട്. വേറെ ഈ കേരളം അറിയപ്പെടുന്ന ഏതെങ്കിലും നേതാക്കൾ വരുമോ? അല്ല, ഒരു നേതാവ്, അതാണ് തെറ്റ്. ഈ കുറച്ച് ഇവരൊക്കെ നേതാവാക്കിയാരാ? അല്ല, ജനങ്ങളല്ലേ. അപ്പൊ ആ ജനങ്ങളിൽ നിന്ന് വരും. ഇപ്പം എന്താ പറയാ, നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചോണമെന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല. ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും, യുവാക്കള്. 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. ആ വ്യക്തിയല്ലല്ലോ. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും, ആ ആദർശത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിന്റെ ലീഡർ. അത് ചെറുതാകാം വലുതാകാം. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത്. ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല. നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതിനോടൊപ്പം നിൽക്കാവുന്ന ജനങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എവിടെ? അല്ല, ഇനിയിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെന്താ, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. അല്ല, അത് എന്തായാലും ഇപ്പോ അധികം വൈകില്ല. ഈ പറയുന്ന എല്ലാ സഖാക്കളും എനിക്കിട്ട് ബന്ധമില്ലേ? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും എനിക്കിട്ട് ബന്ധമില്ലേ? ഈ 140 MLA-മാരായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധമില്ലേ? അതുപോലെ ഒരാൾ KT ജലീൽ, അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞോട്ടെ. അതിനെന്താ കുഴപ്പം? അല്ല, ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിലുണ്ടാവും. ഈ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണെങ്കിലും ആ ഒരാളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണ്ടേ? ഇല്ല, അതിന്റെ പ്രാഥമിക രൂപം, അതിന്റെ ചിത്രമൊക്കെ എന്റെ മനസ്സിലാണ്. ഇതൊക്കെ മനസ്സിലുള്ള കാര്യമാണല്ലോ. ഞാനൊരു കഷ്ണം കടലാസില്ലാതെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇന്നുവരെ ഒരു കഷ്ണം കടലാസ് എടുത്ത് വെച്ചിട്ടില്ല. ചിലത് മറന്നു പോകുന്നതിന് പോക്കറ്റിൽ എഴുതിയിട്ട് ചിലപ്പോൾ ഒന്ന് എടുത്ത് നോക്കുമെന്നല്ലാതെ ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇന്നുവരെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. എന്റെ ജീവിതാനുഭവങ്ങൾ, എന്റെ മനസ്സിലുള്ളത്, എന്റെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ നമ്മള് സെക്യുലറിസത്തിൽ ഊന്നി നിന്നുകൊണ്ട് മനുഷ്യർക്ക് സമൂഹത്തിലെ ഈ പറയുന്ന നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ അവരെ സഹായിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ദളിതര്, SC/ST വിഭാഗം, ST വിഭാഗം ഇന്നും വലിയ പീഡനം അനുഭവിക്കുന്ന വിഭാഗമാണ്. കോടാനുകോടി റുപ്പിക ചെലവഴിക്കുന്നുണ്ട്. അതിന് മുക്കാപ്പങ്കും ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അടിച്ചു മാറ്റപ്പെടുകയാണ്. അത് നേരിട്ട് അറിവില്ല ആളുകളാണ് ഇരിക്കുന്നത്. നിങ്ങളൊക്കെ അത്തരം വിഷയങ്ങളിൽ നമുക്കൊരു കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാകും. ഈ വിഷയത്തിൽ ഇപ്പൊ രാജ്യം നേരിടുന്നത് മതേതരത്വ പ്രശ്നമാണ്. ആ മതേതരത്വം ഈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സെക്യുലർ, പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും. ആ പാർട്ടിക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അത് നിങ്ങളോട് വിശദീകരിക്കുക ഒരു ഘട്ടം വരുന്നു. എങ്ങനെ? ഇവിടേക്ക് എത്തിയില്ലേ? നമുക്ക് കാണാം. എന്താ ചോദിച്ചേ? ഒറ്റ കാര്യം, ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു സഖാവ്, ഒരു ലീഡർ പാർട്ടിയിൽ നിന്ന് വിട്ട് അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും പോലത്തെ വിഷയങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിന്റെ പേര്, അഭിപ്രായം പറയുന്നതിനൊക്കെ പുറത്താക്കുകയാണല്ലോ. അവൻ ആ പാർട്ടി ഓഫീസിനെ പടി കടന്നാൽ പറയാതെ പോകുന്ന സംഖ്യ, ആ പോകുന്ന സംഖ്യ ഒരു മുസ്ലിമാണ്. ആ പാർട്ടി വിട്ട് പുറത്തിറങ്ങി അപ്പം പറയും ആ പോകുന്നു, എന്താ പറയാ, വർഗീയവാദി, ജമാഅത്ത്, കുന്തം കൊടച്ചക്രം, സുഡാപ്പി, ക്രിസംഗി, ഇതൊക്കെ ആരുണ്ടാക്കിയ പേരാ? ഇതൊക്കെ ആ പാർട്ടിയെ എതിർക്കുകയോ ആ പാർട്ടിയെ വിട്ടുപോകുകയോ ചെയ്യുന്ന ആളുകൾക്ക് CPM ചാർത്തി കൊടുത്ത പേരാ. ആ പേരിപ്പം മാപ്പിളയാ എനിക്ക് ചാർത്തുന്ന ഉറപ്പല്ലേ? ഇതിലെന്താ വ്യത്യാസം?